ഷജീറെ, പ്രതിഷേധം കടുത്തതാണല്ലോ. ഇപ്പൊ അടുത്തൊന്നും കാണാത്ത ഒരു പ്രതിഷേധമാണല്ലോ അകത്ത് കയറി. അടുത്തൊന്നും കാണാത്ത രീതിയിലാണല്ലോ ആളുകളുടെ ശസ്ത്രക്രിയ നടന്നതിന് ശേഷം ഉപകരണങ്ങൾ മനുഷ്യ ശരീരത്തിനുള്ളിൽ കുടുങ്ങുന്നത് ആദ്യമായിട്ടല്ലല്ലോ. നമുക്ക് നിരന്തരമായി ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങൾ കുടുങ്ങുന്നത് കേരളത്തിലെ വിചിത്ര സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വിചിത്രമെന്നല്ല, അതൊരു സ്ഥിരമായി നടക്കുന്ന സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സംഭവങ്ങളായി തുടർച്ചയായിട്ട് വേണു ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് ഒരു പെൺകുട്ടി 5 വർഷത്തോളം കത്തിരി അകത്തിരുന്നു ദുരിതം അനുഭവിച്ചു. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ അതിനുശേഷം വിനോദിനി അടക്കമുള്ള ആ പാവപ്പെട്ട 9 വയസ്സുള്ള പെൺകുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു. അതിനുശേഷം നമുക്കറിയാം ഗൈഡ് പേർ കൂടി, അങ്ങനെ നിരവധി ആളുകൾ. കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഒരു നവജാത ശിശു മരണപ്പെട്ടിരിക്കുകയാണ്. അതിനു മുന്നേ തന്നെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവർ മലം വിസർജിക്കുന്നത് മൂത്രനാളിയിലൂടെയാണ്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ചികിത്സ പിഴവ് സംഭവിച്ചിട്ടും വലിയ കേമത്തം ചമഞ്ഞ് ഒരു ആരോഗ്യമന്ത്രി ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇനിയെങ്കിലും അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ വീഴ്ചയാണ് എന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് അവർ രാജിവെച്ച് പോകണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു ആരോഗ്യമന്ത്രിക്ക് ഇങ്ങനെ കടിച്ചു നിൽക്കാൻ കഴിയുന്നത്? എത്ര അഹങ്കാരമാണ് അവരുടെ ഭാഷയിലുള്ളത്? എത്ര ധിക്കാരത്തോടു കൂടിയാണ് യൂത്ത് കോൺഗ്രസ് സമരങ്ങളെ അവർ കാണുന്നത്? അവർ പറയുന്നവരും എല്ലാം റിപ്പോർട്ടുകൾ തേടുന്നുണ്ട്, നടപടി എടുക്കുന്നു എന്ന് പറയുന്നവരും ഓരോ ദിവസം കഴിയുന്നവരും ഓരോ കുട്ടികൾ അല്ലെങ്കിൽ ഓരോ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് ആരോഗ്യവകുപ്പാണ്? അവർ കാലന്റെ ആരോഗ്യവകുപ്പായി മാറിക്കൊണ്ടിരിക്കുകയല്ലേ? എത്ര മനുഷ്യജീവൻ ഈ ആരോഗ്യവകുപ്പ് എടുത്തു? ഇനി എന്ത് മറുപടിയാണ് പറയാനുള്ളത്? ഈ മന്ത്രി അടിയന്തരമായി രാജിവെക്കണം. ഇനി ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. ആശുപത്രിയിൽ പോയി കെട്ടിടം ഇടിഞ്ഞു വീണ് ആളുകൾ മരിക്കുകയാണ്. അങ്ങനെ ജീവൻ രക്ഷിക്കേണ്ട ആശുപത്രി ആളുകളുടെ ജീവൻ എടുത്താൽ യൂത്ത് കോൺഗ്രസ് എന്ത് ചെയ്യണം? സമരം തന്നെ ചെയ്യും. ഇവിടെ കരിങ്കൊടിക്കെതിരെ വലിയ സംസാരിച്ചതുകൊണ്ടാണ് ഇവിടെ മന്ത്രിയുടെ മുന്നിൽ കരിങ്കൊടി കെട്ടിയതും ഇവിടെ റീത്ത് വെക്കാനുള്ള കാരണമുണ്ടായതും. എന്തുകൊണ്ട് ഇവിടെ റീത്ത് വെച്ചൂടാ? ആശുപത്രി ആളുകളെ കൊല്ലുന്ന ഒരു സ്ഥാപനമായി മാറുമ്പോൾ ഈ മന്ത്രിയുടെ വസതി, ആരോഗ്യമന്ത്രിയുടെ വസതി എന്ന് പറയുന്നത് മരണ വീടായി മാറിയിരിക്കുകയാണ് ഇല്ലേ? അതുകൊണ്ടാണ് ഇവിടെ റീത്ത് വെക്കുന്നത്. ഇത്രയും ആളുകളെ കൊല്ലുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ശക്തമായ സമരവുമായി പോകും യൂത്ത് കോൺഗ്രസ്. മന്ത്രിയുടെ വിശദീകരണമൊന്നും നിങ്ങൾ തൃപ്തരല്ല? സമരം ശക്തമായി തന്നെ ഓരോ അപകടം സംഭവിക്കുമ്പോഴും ഓരോ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുമ്പോഴും ഓരോ അവയവങ്ങൾ അറുത്തു മാറ്റുമ്പോഴും മന്ത്രി ഇതുപോലെ പതിവായി പ്രതികരണം നടത്തുന്നതല്ലാതെ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, 100 കണക്കിന് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടല്ലോ. എത്ര ഡോക്ടർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്? എത്ര പേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്? ഈ 5 വർഷം മുമ്പ് ഹർഷന എന്ന് പറയുന്ന കോഴിക്കോടുള്ള പാവപ്പെട്ട യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനു ശേഷം നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നു. ഹാരിസ് ചിറക്കൽ അടക്കമുള്ള ഡോക്ടർമാർ ഈ വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഹാരിസ് ചിറക്കൽ എന്താണ് പറയുന്നത്? ഒരു പേപ്പർ മേടിക്കാൻ പോലും ഗതിയില്ലാത്ത വകുപ്പായി ആരോഗ്യവകുപ്പ് മാറി എന്നല്ലേ പറയുന്നത്? സ്വന്തം ഡോക്ടറിന്റെ കീഴിലുള്ള ജീവനക്കാരനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഗുരുതരമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇത്രയധികം ആരോഗ്യ അല്ലെങ്കിൽ ചികിത്സാ പിഴവ് ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ മന്ത്രി ഇവിടെ ഇരിക്കാൻ അർഹതയല്ല എന്ന് പറയുന്നത്. ശക്തമായ പ്രതിഷേധം തുടങ്ങും. നിങ്ങൾക്ക് മന്ത്രിയുടെ അഹങ്കാര പ്രസ്താവനയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് എടുത്തോളൂ. യൂത്ത് കോൺഗ്രസിന്റെ സമരമാണ് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് നിങ്ങൾ കണ്ടോളൂ എന്നാണ് പറയാനുള്ളത്.